വെൽക്കം ടു ലെജൻസ്. നമ്മുടെ AD സ്റ്റോണിന്റെ നെക്ലേസിന്റെ വീഡിയോ കേട്ടോ. അപ്പോൾ ഈ ഒരു മോഡൽ എന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല സെയിലുള്ള ഒരു ഐറ്റം ആണ്. ഇത് ഫംഗ്ഷൻ വെയർ ആയിട്ട് തന്നെയാണ് വരുന്നത്, കല്യാണത്തിനൊക്കെ യൂസ് ചെയ്യുന്ന ഐറ്റം കേട്ടോ. ശരിക്കും നമുക്ക് ഡയമണ്ടിൽ വരുന്ന അതേ ഫിനിഷിംഗ് തന്നെയാണ് ഈ ഓരോ ഐറ്റംസും വരുന്നത്. അതിന്റെ ഒരു ഫിനിഷിംഗ് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. അത്യാവശ്യം റേഞ്ച് ഉണ്ട്, കാരണം അത് റേഞ്ച് ഒത്തിരി എന്ന് പറയാൻ പറ്റത്തില്ല, കാരണം നമുക്ക് ഗോൾഡിലൊക്കെ എടുക്കാൻ പോയി കഴിഞ്ഞാൽ ലക്ഷങ്ങൾ നമുക്ക് വിലയാവുന്ന ഐറ്റം ആണ്. അപ്പോൾ ആ ഒരു അതേ ഫിനിഷിൽ തന്നെ ഇതിൽ ഉപയോഗിക്കുന്ന ഒരു പാറ്റേൺ ആട്ടോ. അപ്പോൾ അത് എല്ലാം നല്ല കുഞ്ഞായിട്ടുള്ള AD സ്റ്റോൺ വെച്ചിട്ടാണ് ചെയ്തേക്കുന്നത്. പിന്നെ സെന്ററിൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം നീണ്ട ടൈപ്പ് AD സ്റ്റോൺസ് ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് അത്രയും ഫിനിഷിങ്ങും ലുക്കും അതിനുണ്ട് കേട്ടോ. ഇതെല്ലാം കമ്മലൂടെ ചേർന്നിട്ട് തന്നെയാണ് വരുന്നത്. ഇതിന്റെ പാറ്റേൺ ഇതാ കേട്ടോ. സെയിം തന്നെ രീതിയിലുള്ള കമ്മലാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഒരു ഫോട്ടോയും കൂടി ഇത് കഴിഞ്ഞിട്ട് കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടും. ഇത് നെക്കിൽ വെച്ച് കാണാൻ തന്നെയാണ് കേട്ടോ അത്രയും ഭംഗി. പിന്നെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്. നമ്മളിപ്പോൾ ഓരോ വീഡിയോസിനനുസരിച്ചുള്ള ഐറ്റംസ് ഒക്കെ വെബ്സൈറ്റിൽ ആഡ് ചെയ്യുന്നുണ്ട്. ഫോട്ടോസ് ആയിട്ട് കാണണമെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ നോക്കിയാൽ മതി. അതിൻ്റെ നേരെ ബൈ ചെയ്യാനുള്ള ഓപ്ഷനും അതിൽ കൊടുത്തിട്ടുണ്ട്. അത് നേരെ വാട്സപ്പിൽ തന്നെയാണ് വരുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇച്ചിരി കറക്റ്റായിട്ട് ഈ ഐറ്റംസിൻ്റെ ഒക്കെ ഫോട്ടോസ് കാണണമെങ്കിൽ അതിൽ തന്നെ കയറി നോക്കിയാൽ മതി. അവൈലബിൾ ആയിട്ടുള്ള ഐറ്റംസിൻ്റെ ഫോട്ടോസ് എല്ലാം ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. പിന്നെ ബാക്ക് ചെയിൻ വരുന്നത് ഇതുപോലെയാണ്. ഈ ഒരു മോഡലൊന്നും അങ്ങനെ കളർ കംപ്ലൈൻറ്റോ കാര്യങ്ങളോ ഒന്നും വരത്തില്ല. പ്രൈസ് വൈസ് നോക്കിയാലും ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ട്, അത് കല്യാണം പോലെ അങ്ങനെയുള്ള ഫംഗ്ഷനൊക്കെ ഉപയോഗിക്കുന്ന വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഭയങ്കര റീസണബിൾ എന്ന് തന്നെ പറയാവുന്ന ഒരു ഐറ്റമാണ്. അത്രയും ഉണ്ട് കേട്ടോ അതിൻ്റെ ഫിനിഷിങ് എന്ന് പറയുന്നത്. അതെല്ലാം കുഞ്ഞു സ്റ്റോൺസ് ആണ്, എല്ലാം AD സ്റ്റോൺ. അമേരിക്കൻ ഡയമണ്ട് എന്നാണ് ഈ AD സ്റ്റോണിന്റെ കറക്റ്റ്, അമേരിക്കൻ ഡയമണ്ട് എന്നാട്ടോ പറയുന്നത്. സ്വർണത്തിന്റെ അതേ ഫിനിഷിൽ തന്നെ ചെയ്യുന്ന ഐറ്റം. ഇത് നമ്മൾ എടുത്ത് വെക്കുന്നതാണെങ്കിലും കുറച്ചൊന്ന് ഒരു ടൗലിലും എല്ലാം പൊതിഞ്ഞിട്ട് ഒരു ബോക്സ് ഇട്ട് വെച്ചാൽ മതി. കളർ അങ്ങനെ പോകുന്ന കംപ്ലൈൻസ് ഒന്നുമില്ല. പിന്നെ ഉണ്ട് നമുക്ക് ഈ ചെയിൻ മാറ്റിയിട്ട് ഒത്തിരി വർഷത്തിന് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റം. ഇതിന്റെ നമ്പർ വരുന്നത് P832, റേറ്റ് 1790 1796. നമുക്ക് നെക്സ്റ്റ് ഐറ്റം എന്ന് പറയുന്നത് പക്ക നമുക്ക് ആ ഒരു ഗോൾഡിന്റെ ഫിനിഷ് വരുന്ന ഒരു ഐറ്റം കേട്ടോ. ശരിക്കും നല്ല റൗണ്ട് ടൈപ്പ് ഒരു ഡിസൈന്. സെന്ററിൽ ഒരു മരതകം എന്നൊക്കെ പറയില്ല, ഒരു നല്ല ഗ്രീൻ സ്റ്റോൺ ആണ് സെന്ററിൽ വരുന്നത്. താഴെ ഒരു ബോൾ ഡിസൈനും കൊടുത്തിട്ടുണ്ട്. ശരിക്കും ഗൗണിന്റെ ഒക്കെ കൂടെ അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ ഇത്. അപ്പൊ ഇതിന്റെ കുറച്ചെണ്ണം ഞാൻ കാണിക്കാം. നമുക്ക് അതിന്റെ കളക്ഷൻസ് നമ്മൾ ഇതനുസരിച്ച് വെബ്സൈറ്റിലൂടെ ആഡ് ചെയ്തിട്ടേക്കാം. നിങ്ങൾക്ക് പിന്നെയാണല്ലോ നോക്കി സെലക്ട് ചെയ്യാം കേട്ടോ. അപ്പൊ ഇതാണ് ഇതിന്റെ ഡിസൈൻ വരുന്നത്. ഒരു രക്ഷയിലൂടെ നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പൊ ഇതിന്റെ സ്റ്റഡ് ആണെങ്കിലും അടിപൊളിയാണ് കേട്ടോ. ഇതുപോലെ നിങ്ങൾ ആലോചിച്ച് നോക്കിയോ, വൈറ്റ് ഗൗണിന്റെ കൂടെ ഭയങ്കര മാച്ചിങ് ആയിട്ടുള്ള ഒരു ഐറ്റം ആണിത്. അപ്പൊ ഇതൊരു ഗോൾഡൻ ഫിനിഷിലാണ് ഇത് കൊടുത്തേക്കുന്നത്. അപ്പൊ ഇതിന്റെ തന്നെ സിൽവർ മോഡലും ഉണ്ട്, അത് ഞാൻ ഓരോ ദിവസങ്ങളായിട്ട് കാണിക്കാം. അപ്പൊ ഇത് ഗോൾഡൻ ഇഷ്ടപ്പെടുന്നവർക്ക് ചിലർ പറയും സിൽവറിനേക്കാളും, ചിലർക്ക് ഗോൾഡനോടാണ് താല്പര്യം. അപ്പൊ ഓരോരുത്തരെയും ഇഷ്ടത്തിനനുസരിച്ച് അത് എടുക്കാം കേട്ടോ. സിൽവറിലും വരുന്നുണ്ട് ഈ ഒരു പാറ്റേൺ. അപ്പം നമ്മുടെ ഗൗണിന്റെ ആ ഒരു പാറ്റേണും ഡിസൈനും ഒക്കെ അനുസരിച്ച് നിങ്ങളുടെ മനസ്സിന് ഇഷ്ടപ്പെടുന്നതും കൂടെ ചേർത്തിട്ട് അങ്ങനെ നോക്കി എടുത്താൽ മതി. ഇത് സാരിയുടെ കൂടെ നല്ല കേട്ടോ, ഗൗൺ മാത്രമല്ല സാരിയുടെ കൂടെ നല്ലതാണ്. സിമ്പിൾ ആയിട്ടുള്ള ഇങ്ങനെ ബ്ലൗസ് പാറ്റേൺ ഒക്കെ കൊടുത്തിട്ട് ഇത് മാത്രമായിട്ട് അത്യാവശ്യം നല്ല ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു മോഡലായിട്ടൊക്കെ. ഇതിന്റെ ഫോട്ടോസ് ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾക്ക് കാണണമെങ്കിൽ അതിൻ്റെ അകത്ത് കയറി നോക്കിയാൽ മതി. ഇതിന്റെ നമ്പർ P831, റേറ്റ് 1790 1796. നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു AD സ്റ്റോണിന്റെ തന്നെ ഫുള്ള് ഒരു പേളും കൂടെ വരുന്നത് തന്നെയാണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഐറ്റം ആണ്. മുമ്പേ കാണിച്ച ഒരു ഗ്രീനിന്റെ കോമ്പിനേഷൻ അല്ലായിരുന്നു, ഇത് വൈറ്റ് തന്നെ. അത് തന്നെ ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ട് വരുന്ന ഐറ്റം ആണ്. അപ്പൊ ഇതിന്റെ എല്ലാം പല റേഞ്ചിലുണ്ട് കേട്ടോ. നമുക്ക് ആ സ്റ്റോണിന്റെ എണ്ണത്തിനും ഒക്കെ അനുസരിച്ചാണ് റേറ്റ് വ്യത്യാസം വരുന്നത്. AD സ്റ്റോൺ എല്ലാത്തിലും ഉപയോഗിച്ചിരിക്കുന്നത്, സ്റ്റോണിന്റെ എണ്ണത്തിനനുസരിച്ച്. ഞാൻ ഇതിന്റെയൊക്കെ ഫോട്ടോസ് ആയിട്ട് ആഡ് ചെയ്യാം, കാരണം ഇതൊക്കെ ശരിക്കും അങ്ങനെ ആ ഒരു നെക്കിലിട്ടാലാണ് ശരിക്കും ഒരു ഭംഗി മനസ്സിലാവുള്ളൂ. ഞാനിങ്ങനെ കാണിക്കുമ്പോൾ എത്രത്തോളം അതിന് ഭംഗി കിട്ടുന്നുണ്ടെന്ന് എനിക്കറിയത്തില്ല. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഐറ്റംസ് ആട്ടോ ഇതൊക്കെ. നിങ്ങൾ ആ ഒരു ഗോൾഡുമായിട്ട് തന്നെ കമ്പയർ ചെയ്താൽ മതി, കാരണം അത്രയ്ക്ക് ഭംഗിയുള്ള ഐറ്റം. ഇതൊക്കെ ഞാൻ പറഞ്ഞ പോലെ ഡെയിലി ഒന്നും യൂസ് ചെയ്യാനല്ല, ഇത് ഫംഗ്ഷനൊക്കെ ബേസ്ഡ് ആയിട്ടുള്ള ഐറ്റം ആണ്. സാരിക്കൊക്കെ ഭയങ്കര രസമായിരിക്കും, ടസറിന്റെ ഒക്കെ ചുരിദാർ. അപ്പൊ അത് കൂടിയതിന്റെ ഒക്കെ കൂടെ ഭയങ്കര നല്ല ഐറ്റംസ് ആയതൊക്കെ. ഇതിന്റെ നമ്പർ വരുന്നത് P822, ഇതിന്റെ റേറ്റ് 1590 1596. നമുക്ക് അടുത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ AD സ്റ്റോൺ തന്നെ അൺകട്ട് ഡയമണ്ട് ആയിട്ട് വരത്തില്ലേ, ആ ഒരു പാറ്റേൺ ചെയ്തേക്കുന്ന കേട്ടോ. അപ്പൊ അതിന് കുറച്ചുകൂടെ ഒരു വെറൈറ്റി ലുക്കാണ്. അൺകട്ട് തന്നെ ഇഷ്ടമുള്ള കുറെ പേരുണ്ട്. ആന്റിക് ഐറ്റത്തിലാണെങ്കിലും ഈ AD സ്റ്റോണിലാണെങ്കിലും അൺകട്ടിന് അത്യാവശ്യം നല്ല മൂവിങ് ഉള്ള ഒരു ഐറ്റം കേട്ടോ. കാരണം ആ സ്റ്റോണിനൊരു വെറൈറ്റി രീതിയിലാണ് ചെയ്തേക്കുന്നത്. കുഞ്ഞു സ്റ്റോൺസും ഉണ്ട്, പിന്നെ അൺകട്ടിന്റെ ആ ഒരു ഡ്രോപ്പ് പാറ്റേണുള്ള ഡിസൈൻ, പിന്നെ ഒരു നീണ്ട സ്റ്റോൺസ്, അങ്ങനെ എല്ലാം കൂടെ ചെയ്തിരിക്കുന്ന ഒരു മോഡലാണ്. നല്ല രസമുണ്ട്. എല്ലാത്തിനും അതിനോട് മാച്ചിങ് ആയിട്ട് തന്നെ സ്റ്റഡും ഉണ്ട് കേട്ടോ. ഞാൻ ചിലത് സ്റ്റഡ് ഞാൻ പറയാൻ മിസ്സായി പോകുന്നത് നിങ്ങൾ നോക്കണ്ട, അത് ഞാൻ ആ ഫോട്ടോയിലൊക്കെ കൊടുത്തേക്കാം. അപ്പൊ ഇതാണ് ഇതിന്റെ സ്റ്റഡിന്റെ പാറ്റേൺ വരുന്നത്. അത്യാവശ്യം വലിപ്പമുള്ള സ്റ്റഡ് കേട്ടോ. ഇപ്പൊ ഇങ്ങനെ ഗൗണൊക്കെ ആയിട്ട് ഇടുന്നവർക്കാണെങ്കിലും കല്യാണത്തിനൊക്കെ അല്ലേ, അപ്പൊ ഓരോരുത്തർ ഇങ്ങനെ ചോദിക്കാറുണ്ട് സ്റ്റഡിനും കൂടെ കുറച്ച് വലിപ്പമുള്ള മോഡൽ ചോദിക്കാം. അങ്ങനത്തെയൊക്കെ യൂസ് ചെയ്യാൻ നല്ല കേട്ടോ, കാരണം കുറച്ചൊരു വലിപ്പമുള്ള സൈസ് സ്റ്റഡാണ് ഇതിന് കൊടുത്തേക്കുന്നത്. ഇതിന്റെ ഫിനിഷിങ് എന്താണെന്ന് നിങ്ങൾക്കത് അടുപ്പിച്ച് കാണുമ്പോൾ മനസ്സിലാവും. നേരിട്ട് കാണാൻ ഇതിലും ഭംഗിയാട്ടോ, നല്ല രസമാണ്. ഫുള്ളായിട്ട് മൊത്തത്തിൽ നമുക്ക് ആ കഴുത്തിലൊക്കെ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അതിനനുസരിച്ചുള്ള ഡ്രസ്സും കൂടെ വരുമ്പോഴാണ് ഇതിന്റെ ഭംഗി ശരിക്കും അങ്ങോട്ട് കിട്ടുന്നത്. ഇതെല്ലാം ആ ഒരു
ഇതല്ലേ ബാക്ക് ചെയിനും എല്ലാം നല്ലതായിട്ട് തന്നെയാണ് കേട്ടോ കൊടുത്തേക്കുന്നത്. ലൈറ്റ് ഷെയ്ഡിലാണ്, ഒത്തിരി ഇങ്ങനെ ഓവർ കളറൊന്നും വരത്തില്ല. നല്ല കറക്റ്റ് ഗോൾഡിൻ്റെ അതേ ഫിനിഷ് തന്നെ. അപ്പോൾ ഇത് ഞാൻ കുറച്ചെണ്ണം കൂടുതൽ കാണിച്ചു പോകാം. ഇതിൻ്റെ നമ്പർ വരുന്നത് P817. ഇതിന് റേറ്റ് 1950 1950. നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഇപ്പം ഞാൻ കാണിച്ചില്ലേ വൈറ്റിൽ അൺകട്ട് വന്നിട്ടില്ലേ, അതിൻ്റെ തന്നെ റൂബി മിക്സ് ആയിട്ട് ചെയ്തിരിക്കുന്ന ഐറ്റമാണ്. അതും നേരിട്ട് കാണാനാട്ടോ ശരിക്കും നല്ലത്. ഇതിൽ ആ ശരിക്കൊരു ഭംഗി മനസ്സിലാവുന്നില്ല. റൂബിയും ഒത്തിരി എണ്ണത്തിനും കൂടെ മാച്ചായി പോവും. നമുക്ക് ഗോൾഡിൽ ഏറ്റവും കൂടുതൽ വരുന്നതെന്ന് പറയാം. ഇതും ആ ഒരു ഗ്രീൻ സ്റ്റോണുമാണ് വൈറ്റ് കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും കൂടുതൽ വരുന്നത്. അപ്പം അതിന് അത്രയും ഒരു എടുപ്പുണ്ട്. നമുക്ക് ആ മുഖത്തിന് വെക്കുമ്പം റൂബി സ്റ്റോണിൽ ചെയ്ത ഐറ്റംസിന് നമുക്ക് മൂവിങ്ങും ഉണ്ട്, അതുപോലെ എല്ലാവർക്കും ചേരുന്ന, അതുകൊണ്ടാണ് ഒത്തിരി പേര് എങ്ങനെ പ്രിഫർ ചെയ്യുന്ന ഈ ഒരു ഐറ്റം. അപ്പം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാത്തിൻ്റെയും കൂടി ഇത് മാച്ച് ആവും. നമുക്ക് ഏത് ഡ്രസ്സാണേലും സാരിയുടെ കൂടെ കോൺട്രാസ്റ്റിൽ ഉപയോഗിക്കാൻ ഏറ്റവും നല്ലൊരു കളറാട്ടോ ഈ ഒരു റൂബി കളർ എന്ന് പറയുന്നത്. കുറേ ഷെയ്ഡ്സിൻ്റെ കൂടെ ഈ ഒരു ഭയങ്കര രസമാണ് ഈ ഒരു കളർ കാണാനായിട്ട്. വൈറ്റിൻ്റെയും കൂടെ നല്ല, ഇപ്പം ഇവൻ പറഞ്ഞ പോലെ ഗൗണിൻ്റെ കൂടെയൊക്കെ ആണെങ്കിലും അത്ര ഭംഗിയായിട്ട് നിൽക്കുന്ന ഒരു ഐറ്റമാണ്. പ്രത്യേകിച്ച് അൺകട്ടും കൂടെ ആയതുകൊണ്ട് അതിൻ്റെ സ്റ്റോൺസിൽ അൺകട്ടിൻ്റെ ഒരു ഡിസൈനും കൂടെ വന്നിരിക്കുന്നതുകൊണ്ട് നല്ല എടുപ്പാണ് കേട്ടോ. ഹെവി ആയിട്ടുള്ള ഡിസൈനാണ് കൊടുത്തേക്കുന്നത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. തീരെ അങ്ങനെ ലൈറ്റ് വെയിറ്റ് നമുക്കിത് പറയാൻ പറ്റില്ല, അത്യാവശ്യം നല്ല ഹെവി ഡിസൈൻ തന്നെയാണ്. ഇതെല്ലാം ഫംഗ്ഷൻ ബേസ്ഡ് ആയിട്ട് വരുന്ന ഐറ്റംസ് ആട്ടോ. ഇതിൻ്റെ നമ്പർ P816, റേറ്റ് സെയിം തന്നെ 1950. നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഭയങ്കര രസമുള്ളൊരു ഐറ്റം ആട്ടോ. ഇത് ഫുള്ളായിട്ട് ആ കുഞ്ഞായിട്ടുള്ള സ്റ്റോൺസ്, പിന്നെ റോസ് ഗോൾഡ് ആണ് കളർ വരുന്നത്, പിന്നെ 2 ലെയറിലായിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ പോകുന്നത്. ഈ ഒരു മോഡലൊക്കെ എന്തായാലും നിങ്ങൾ ഗോൾഡിലൊക്കെ കണ്ടിട്ട് കാണും, ഗോൾഡിൻ്റെ പരസ്യത്തിലൊക്കെ എന്നാണെങ്കിലും ഇത് കണ്ടിട്ട് കാണും. അത്രയും ഫേമസ് ആയിട്ടുള്ള ഡിസൈൻസ് ആയിട്ടൊക്കെ ഇതല്ലേ 2 ലെയർ ആയിട്ടാണ് ഇതിൻ്റെ ഡിസൈൻ പോയിരിക്കുന്നത്. ജസ്റ്റ് ഒന്ന് കയ്യിൽ വെച്ച് കാണിക്കാം കേട്ടോ. കളറും ഭയങ്കര അടിപൊളിയാണ്. നമുക്ക് ആ ഒരു ഗോൾഡൻ ഫിനിഷ് ഇഷ്ടമില്ലാത്തവർക്ക് ഇത് റോസ് ഗോൾഡ് ആണ് കളർ വരുന്നത്. ഇത് ഞാൻ പറഞ്ഞ പോലെ ആ ഫോട്ടോ തന്നെ ഇടാം കേട്ടോ, കാരണം ഇങ്ങനെ നിങ്ങൾക്കത് മനസ്സിലാവില്ല അതിൻ്റെ ഭംഗി എന്താണെന്നുള്ളത്. എല്ലാത്തിനും ഫോട്ടോ കൊടുത്തേക്കാം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ആ ഒരു 2 ലെയറും കാര്യങ്ങളൊക്കെ വരുന്നതുകൊണ്ട് അത്യാവശ്യം നല്ല ഹെവി ആയിട്ട് നമുക്ക് ഫീൽ ചെയ്യും. കുറച്ചുകൂടെ ചിലർക്ക് ഭയങ്കര തിന്നായിട്ട്, അത് ഓരോ ഡ്രസ്സിൻ്റെ അനുസരിച്ചാട്ടോ. ചിലർക്ക് തിന്നായിട്ടുള്ള നോക്കിയാണ് എല്ലാവരും വരുന്നത്. ചിലർ അത്യാവശ്യം ഹെവി ഡിസൈൻ നോക്കും ഡ്രസ്സിനനുസരിച്ച്. ലൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സിൻ്റെ ഡിസൈനൊക്കെ ഉണ്ടെങ്കിൽ മാലയും ഇത് കുറച്ച് ഹെവി ആയിട്ട് കിടക്കുന്നതാണ്. അപ്പോൾ ഇത് സ്റ്റഡ് നിങ്ങൾക്ക് പിന്നെയാണല്ലോ ഉപയോഗിക്കുക കേട്ടോ. ചെറിയൊരു ഹാങ്ങിങ് കൊടുത്തിട്ടുള്ള മോഡലാണ്, ഒത്തിരി ഭയങ്കര ഹെവി ഡിസൈൻ അല്ല. മെയിനായിട്ട് മാലയ്ക്ക് തന്നെയാണ് അതിന് പ്രാധാന്യം. പിന്നെ നമ്പർ P819, റേറ്റ് 2500 2500. നമുക്ക് നെക്സ്റ്റ് ഡിസൈൻ എന്ന് പറയുന്നത് ഒരു ഫ്ലവർ ലീഫ് ഒക്കെ ഒരു പാറ്റേൺ വരുന്ന ഐറ്റമാണ്. അപ്പോൾ ഇങ്ങനത്തെ മോഡലൊക്കെ നിങ്ങൾക്കൊന്ന് ട്രൈ ചെയ്തിട്ടുള്ളവർക്കറിയാം. മുഖത്തിന് ഭയങ്കര എടുപ്പാട്ടോ ഇങ്ങനത്തെ ഒരു ഡിസൈനൊക്കെ വരുന്നത്. അത്ര ഇതിങ്ങനെ വെട്ടിത്തിളങ്ങും കേട്ടോ. ഇതിൻ്റെ അകത്ത് അത് കാണാൻ പറ്റുന്നുണ്ടോ, ഭയങ്കര തിളക്കമുള്ളൊരു സ്റ്റോണാണിത്. അതുകൊണ്ടാണ് ഇത്ര ഫേമസ്. നമുക്ക് നോർമലി ഗോൾഡ് വരുന്ന അതേ ആ ഒരു എഡി സ്റ്റോൺ ടൈപ്പ് തന്നെ ഇത് കൊടുത്തേക്കുന്നത്. അപ്പം അതിൻ്റെ ഒരു എടുപ്പ് അത്രയുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഈ ഒരു ഐറ്റം ഇത്ര ഫേമസ് ആയത്. ഗോൾഡിൻ്റെ ഫിനിഷ് തന്നെ കൊടുത്തേക്കുന്നത് ആ ഒരു ടൈപ്പ് സ്റ്റോൺസ് ആയതുകൊണ്ടാണ്. ഞാൻ പറഞ്ഞില്ലേ അത്രയും വെട്ടിത്തിളങ്ങും അത് അതിൻ്റെ ഒരു ഭംഗി നമുക്ക് ആ മുഖത്ത് വെപ്പോൾ അത് വരും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എഡി സ്റ്റോൺ നമുക്ക് വെക്കുമ്പോൾ തന്നെ ഭയങ്കര എടുപ്പാണ്. പിന്നെ ഈ ഒരു ഫ്ലവർ ലീഫ് പാറ്റേൺ ചെയ്തേക്കുന്ന ഐറ്റംസിനും ഒരു വെറൈറ്റി ലുക്കുണ്ട്. അപ്പോൾ ഇതിങ്ങനെ കണ്ടാൽ നിങ്ങൾക്ക് ഇത് മനസ്സിലാവില്ല. നെക്കിൽ വരുമ്പോൾ കറക്റ്റായിട്ട് ആ ഒരു നെക്കിൻ്റെ എന്താ പറയുക ഷേപ്പിനനുസരിച്ച് അത് കിടക്കുമ്പോഴത്തേനും നല്ല അടിപൊളിയായിട്ടുള്ള ഐറ്റം. ഇതിനാണെങ്കിൽ ഞാൻ മുമ്പേ പറഞ്ഞില്ലേ അത്യാവശ്യം ഹെവി ആയിട്ടുള്ളൊരു കമ്മലും ഉണ്ട്. ഇതുണ്ടല്ലേ ഇത്രയും നല്ല ഹെവി ഡിസൈനിലുള്ളൊരു കമ്മലാണ് കൊടുത്തേക്കുന്നത്. ഫുൾ എല്ലാം ആ ഒരു സ്റ്റോൺ തന്നെയാട്ടോ യൂസ് ചെയ്തേക്കുന്നത്. ബാക്ക് ചെയിൻ ഇതുപോലെ വരും. അപ്പോൾ ഇതിൻ്റെ നമ്പർ വരുന്നത് P828, റേറ്റ് 1950 1950. അടുത്ത് വരുന്ന നല്ല ഗ്രീൻ കളറിൽ, ഇത് ഒത്തിരി നാളുകളായിട്ട് എല്ലാവരും തന്നെ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റം കേട്ടോ. ഒറ്റ ലെയറിലൊക്കെ വരുന്ന ഒരു സ്റ്റോണിൻ്റെ ഡിസൈൻ, അൺകട്ടിൽ തന്നെയുള്ള സ്റ്റോൺസ് ആണ് യൂസ് ചെയ്തേക്കുന്നത്. ഇതിങ്ങനെ ഇതുപോലെ കണ്ടില്ലേ തട്ടായിട്ടുള്ള ഒരു കമ്മലും കൊടുത്തിട്ടുണ്ട്. നല്ല ഗ്രീൻ കളറാട്ടോ. അപ്പം ഇത് ഈ ഒരു ഗ്രീൻ ഡ്രസ്സിനല്ല ശരിക്കും മാച്ച് ആവുന്നത്, കോൺട്രാസ്റ്റിൽ തന്നെയാണ്. വൈറ്റിനോ അല്ലെങ്കിൽ നമുക്ക് ഏത് വേണം ഈ ഗ്രീനുമായിട്ട് മാച്ച് ആയി പോകുന്ന ഏത് കളറിൻ്റെ കൂടെ വേണേൽ ഇത് ഇടാൻ പറ്റും. നിങ്ങളിത് ഈ ഗ്രീൻ കളറുള്ള ഡ്രസ്സിൻ്റെ കൂടെ ഇടരുത് കേട്ടോ, കോൺട്രാസ്റ്റ് മാത്രമേ ഉപയോഗിക്കുള്ളൂ, എന്നാലും അതിന് ഭംഗി കിട്ടുള്ളൂ. ഇതും നമുക്ക് ആ ഒരു ടസർ ചുരിദാറിൻ്റെ കൂടെ തൊട്ട് എല്ലാ സാരിക്കോ അല്ലാതെ ആണെങ്കിലും ഗൗണോ സ്കേർട്ടോ എല്ലാത്തിനും കൂടെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു മോഡലാണ്. ഇതിൻ്റെ ഇത് റോസ് ഗോൾഡ് ആട്ടോ കളർ. നമുക്ക് നോർമൽ ഗോൾഡ് അല്ല, റോസ് ഗോൾഡ് ആണ് കളർ വരുന്നത്. ചെറിയൊരു കളർ വേരിയേഷൻ വരും, അത്രയേ ഉള്ളൂ. ഇതിൻ്റെ നമ്പർ വരുന്നത് P812, ഇതിൻ്റെ റേറ്റ് 1280 128. നമുക്ക് നെക്സ്റ്റ് വരുന്നത് ഓൾമോസ്റ്റ് ഞാൻ ഇപ്പോൾ കാണിച്ചതിനായിട്ട് ചെറിയൊരു വേരിയേഷൻ മാത്രമേ ഉള്ളൂ. ഇത് സ്റ്റോൺസ് ഇച്ചിരിയും കൂടെ കുറച്ചൊരു വലിപ്പം കൂടുതലുണ്ട് കേട്ടോ. പക്ഷേ ആ പാറ്റേൺ സെയിം തന്നെയാണ്, വൈറ്റ് സ്റ്റോൺ. ഇതും കണ്ടില്ലേ ഭയങ്കര വെട്ടി തിളങ്ങുന്ന കണ്ടില്ലേ, അതേപോലെ രസമായിട്ട് അത് കാണാനായിട്ട്. ഇത് ഞാൻ പറഞ്ഞ പോലെ ഒരുപാട് നാളായിട്ട് എല്ലാവരും തന്നെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ്.
അപ്പോൾ അതാ ഒരു വൈറ്റ് സ്റ്റോണിലും കൂടെ ആയതുകൊണ്ട് നല്ല എടുപ്പാണ്. നമുക്ക് കഴുത്ത് വരുമ്പോൾ ഭയങ്കര രസമാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇതിൽ ആ ഒരു സ്റ്റഡൊക്കെ ഏകദേശം സെയിം തന്നെ. ഞാൻ പറഞ്ഞില്ലേ ചെറിയൊരു വേരിയേഷൻ മാത്രം സ്റ്റഡിൻ്റെ വലിപ്പത്തിന് കൊടുത്തിട്ടുണ്ട്. ബാക്കിയെല്ലാം സെയിം തന്നെ രീതിയിൽ കേട്ടോ. ഇത് ഗോൾഡൻ ഷെയ്ഡാണ്, മുമ്പത്തെ കാണിച്ച് റോസ് ഗോൾഡ് ആയിരുന്നു. ഇത് നോർമൽ ഗോൾഡ്. ഇത് ബോക്സ് ചെയിൻ ആണ്, ഇതിൻ്റെ ബാക്ക് സൈഡിലോട്ട് ചെയിൻ ആയിട്ട് കൊടുത്തേക്കുന്നത്. അപ്പോൾ അതൊക്കെ അതിൻ്റെ ഒരു പെർഫെക്ഷൻ്റെ ഭാഗം കേട്ടോ. അത്രയും നല്ല ഫിനിഷിങ്ങിൽ തന്നെ നിൽക്കും. ഇതിൻ്റെ നമ്പർ വരുന്നത് P821. ഇതിൻ്റെ പ്രൈസ് ചെറിയൊരു വേരിയേഷൻ 1390 1390. നമുക്ക് നെക്സ്റ്റ് ഐറ്റം വരുന്നത് ഇതും നല്ലതാട്ടോ. നമുക്ക് ഇട്ട് കാണാൻ നല്ല രസമുള്ള ഐറ്റം. ഇങ്ങനെ ചെറിയ ചെറിയ ബോക്സ് പോലത്തെ സ്റ്റോൺസ് ആണ് കൊടുത്തേക്കുന്നത്. അങ്ങനത്തെ കുഞ്ഞ് റൗണ്ട് ഷേപ്പിൽ ഫുൾ AD വൈറ്റ് കളർ സ്റ്റോൺസും ഉണ്ട്. ഇതും നമുക്ക് ആ ഒരു ഗോൾഡ് ഫിനിഷിൽ തന്നെ ഇത് വരുന്നത്. സെന്ററിലത്തെ കളർ റൂബി, കറക്റ്റ് റൂബി അല്ല, എന്നാൽ റെഡ് അല്ല. ഇതിൻ്റെ അകത്ത് കാണുമ്പോൾ കുറച്ച് റെഡ് പോലെ തോന്നിക്കുന്നുണ്ട്. റെഡ് അല്ല കേട്ടോ, റൂബി മിക്സ് ആയിട്ടുള്ളൊരു റെഡ് ഷെയ്ഡ് എന്ന് പറയാം. അടിപൊളിയായിട്ടുള്ള ഡിസൈൻ ആട്ടോ. ഇതൊക്കെ നിങ്ങൾ ഗോൾഡിന്റെ പരസ്യത്തിൽ ഉറപ്പായിട്ടും കണ്ടിട്ട് കാണും. അങ്ങനത്തെ അത്രയും സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസൈൻസ് ആയിട്ടൊക്കെ. സ്റ്റഡും നല്ല ക്യൂട്ടാണ്. ഇത് കണ്ടില്ലേ, ആ ഒരു താഴെ മാത്രം ആ ഒരു ഷെയ്ഡിൽ കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്പർ വരുന്നത് P826, റേറ്റ് 1590 1590. നമുക്ക് നെക്സ്റ്റ് കളർ നിങ്ങൾ അങ്ങനെ കോമൺ ആയിട്ട് കണ്ടിട്ടില്ലാത്തൊരു ഷെയ്ഡാണ്. ഇത് നമുക്ക് നോർമലി വരാറുള്ള ഗോൾഡൻ ഷെയ്ഡും അല്ല. ഈ സ്റ്റോണിന് തന്നെ ഒരു ലൈറ്റ് ഗോൾഡന്റെ ഫിനിഷാണ്. നോർമലി ഇങ്ങനത്തെ വരുന്നതിൻ്റെ അകത്ത് വൈറ്റ് സ്റ്റോണിലാണ് വരുന്നത്. അപ്പോൾ ഇതിന് സാധാരണ പറയുന്ന LCD കളർ എന്ന് പറയും. അപ്പോൾ ആ ടൈപ്പ് ഒരു വെറൈറ്റി കളറിൽ വരുന്ന ഐറ്റം കേട്ടോ. ഗോൾഡന്റെ തന്നെ ഉള്ള സ്റ്റോൺസ് ഒരു ലൈറ്റ് യെല്ലോയിഷ് കളർ മൊത്തത്തിൽ വരും. അപ്പോൾ അത് നമ്മുടെ സാധാരണ ഗോൾഡുമായിട്ട് ഇങ്ങനെ ഒരു വെറൈറ്റി ലുക്കിൽ നിൽക്കും. അപ്പോൾ ഇത് സ്വർണ്ണത്തിലുണ്ട് കേട്ടോ, ഈ ഒരു സെയിം തന്നെ കളറുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് ആ ഒരു ഇത് കണ്ടില്ലേ, ഇതാ ചെയ്തിരിക്കുന്ന രീതിക്കൊക്കെ ചെറിയ വ്യത്യാസമുണ്ട്. പിന്നെ ഒരു സ്ക്വയർ പാറ്റേണിലുള്ള ഡിസൈനാണ്. അപ്പോൾ ഇതിലും അതുപോലെ തന്നെ സ്ക്വയർ രീതിയിലുള്ള ഡിസൈനാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ നമുക്ക് ഗോൾഡിൽ വരുമ്പോൾ നല്ല പണിക്കൂലി വരുന്ന ഐറ്റം കേട്ടോ. ഈ ഒരു ഫിനിഷിങ്ങിനൊക്കെ ഭയങ്കര ഇതാണ്. അപ്പോൾ ഇതിന് ആ കമ്മലും ആ പാറ്റേണിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സിമ്പിളാണ് പക്ഷേ അത്ര ലുക്കുണ്ട് അതിന്. റേഞ്ച് ഉണ്ട് കേട്ടോ. ഇത് ഞാൻ പറഞ്ഞില്ലേ, പണിക്കൂലി കൂടുതലാണ്. ആ സ്റ്റോൺസ് അത്രയും കുഞ്ഞുകുഞ്ഞായിട്ടുള്ള സ്റ്റോൺസ് അങ്ങനെ ചെയ്തിരിക്കുന്നുണ്ട്. റേറ്റ് കമ്പാരിറ്റീവ്ലി ഉണ്ട്, എന്നാൽ ഭയങ്കര റേറ്റ് സ്വർണ്ണം വെച്ച് നോക്കുമ്പോൾ നമുക്ക് റേറ്റ് പറയാൻ പറ്റില്ല. ഇതിൻ്റെ നമ്പർ വരുന്നത് P818. ഇതിന് 1990 1990. നമുക്ക് ലാസ്റ്റ് വൺ വരുന്നത് ഒരു വെറൈറ്റി പാറ്റേൺ കേട്ടോ. ഇതും റോസ് ഗോൾഡിന്റെ ഷെയ്ഡിലാണ് ചെയ്തേക്കുന്നത്. ഈ ഒരു സ്റ്റോണിന് ലൈറ്റ് പിങ്ക് കളറാണ്. ഇതിൻ്റെ അകത്ത് കാണത്തില്ല, നല്ല രസമുള്ളൊരു പിങ്ക് കളറില്ലേ, അതാട്ടോ. നമ്മുടെ ആ ഒരു ബോഡി കളറുമായിട്ട് ഇടുന്നത്, അത് കളർ കറക്റ്റ് ഇതിൻ്റെ അകത്ത് കിട്ടണില്ല. നേരിട്ട് കാണാൻ നല്ല കേട്ടോ. നേരിട്ട് കാണുമ്പോൾ ആ ഒരു പിങ്ക് നന്നായിട്ട് എടുത്ത് നിൽക്കും നമ്മുടെ ദേഹത്തോട്ട് വരുമ്പോൾ. അപ്പം ഇതിൻ്റെ ആ ഒരു കോമ്പിനേഷൻ എന്ന് പറയുന്നത് ചിലപ്പോൾ ഗോൾഡിൽ നിങ്ങൾ കണ്ടു കാണും. ഈ ഒരു കോമ്പിനേഷൻ എപ്പോഴും വരുന്നതാണ്. ലൈറ്റ് പിങ്ക് റൂബി കഴിഞ്ഞാൽ പിന്നെ ഈ ലൈറ്റ് പിങ്കും എല്ലാവരും തന്നെ ഫേവറേറ്റ് ഐറ്റമാണ്. അപ്പം ഇതും സ്റ്റോൺസ് ഇങ്ങനെ മുമ്പേ കാണിച്ച പോലെ, പക്ഷേ ആ ഒരു വർക്കിന് ചെറിയ വേരിയേഷൻ ഉണ്ട്. ഇത് കണ്ടില്ലേ, നിങ്ങൾക്ക് സൂക്ഷിച്ച് നോക്കിയാൽ മനസ്സിലാവും. ഓരോ വർക്കും കുറച്ച് ഡിഫറൻസിലാണ് ചെയ്തേക്കുന്നത്. അത്യാവശ്യം തിക്കായിട്ടുള്ള ഓരോ ഇങ്ങനെ സ്റ്റോണിന്റെ ലേയേഴ്സ് ആണ് പോയേക്കുന്നത്. അപ്പൊ ഇതുമൊക്കെ ഇട്ട് കാണുമ്പോൾ ഉള്ളൊരു ഭംഗി എന്ന് പറയുന്നത് അത്രയ്ക്കുണ്ട് കേട്ടോ. അത് കണ്ടില്ലേ, ആ ഒരു സ്ക്വയർ പാറ്റേൺ ഒക്കെ എല്ലാവർക്കും തന്നെ ചേരുന്ന ഒരു അടിപൊളിയായിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പൊ ഇത് ഞാൻ പറഞ്ഞില്ലേ, ഗോൾഡ് അല്ല, റോസ് ഗോൾഡ് ആണ് കളർ വരുന്നത്. നമ്പർ P829. ഇതിന്റെ പ്രൈസ് 1590 1590.